എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ സാധാരണഗതിയിൽ യൂണിവേഴ്സിറ്റി 12 മണിക്കാണ് റിസൾട്ട് പ്രസിദ്ധീകരിക്കാറുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് admission.uoc.ac.in/admission എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് നിങ്ങളുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഡിഗ്രിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് അറിയാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മാത്രം മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് അടയ്ക്കേണ്ടതാണ്. അലോട്ട്മെൻറ്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ട ആവശ്യമില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമേ ഫീസ് അടയ്ക്കേണ്ടതായിട്ടുള്ളൂ. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളവർ ഇഷ്ടമില്ലാത്ത കോളേജ് ആയിരുന്നാലും അല്ലെങ്കിൽ ഇഷ്ടമില്ലാത്ത കോഴ്സ് ആയിരുന്നാലും മാൻഡറ്ററി ഫീസ് അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. അങ്ങനെ അടച്ചിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റ് പ്രോസസ്സിൽ നിന്നും നിങ്ങളെ പുറത്താക്കപ്പെടുന്നതും ആയിരിക്കും. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതുപോലെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്ന ശേഷം നിങ്ങൾ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ തന്നെ മതി എന്നാണെങ്കിൽ നിങ്ങളുടെ ഓപ്ഷൻ്റെ ഹയർ ഓപ്ഷനുകൾ എന്തെങ്കിലും അവിടെ ബാക്കിയുണ്ടെങ്കിൽ അതിനെ നിങ്ങൾ റിമൂവ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. കാരണം നിങ്ങൾക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ ഫീ പേയ്മെൻറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി നിങ്ങളെ പരിഗണിക്കപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ആ ഒരു രീതിയിൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ് ഈ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് എങ്ങനെ ഹയർ ഓപ്ഷനിലേക്ക് അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ആദ്യം തന്നെ എന്താണ് ഹയർ ഓപ്ഷൻ എന്നുള്ള കാര്യം പറഞ്ഞു തരാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ ഒരു 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കുക. അത് നിങ്ങളിപ്പോൾ ഒരു 20 ഓപ്ഷൻ കൊടുത്തു. നിങ്ങൾക്കിപ്പോൾ അതിൽ 5ാമത്തെ ഓപ്ഷനാണ് അലോട്ട്മെൻറ്റ് കിട്ടിയതെങ്കിൽ ആ ഒരു കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള അതായത് 6, 7, 8, 9, 10 ഇങ്ങനെയുള്ള എല്ലാവിധ 20 ഓപ്ഷൻ വരെയുള്ള എല്ലാവിധ ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി. കാരണം 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിന് താഴെ അതായത് ഏത് ഓപ്ഷനാണോ കിട്ടുന്നത് അതിന് താഴെ എല്ലാവിധ ഓപ്ഷൻസും ഓട്ടോമാറ്റിക്കലി കിട്ടിക്കഴിഞ്ഞാൽ ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിനുശേഷം പിന്നീട് അതിന് മുകളിൽ എന്ന് പറയുമ്പോൾ 5ാമത്തെ ഓപ്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ 1, 2, 3, 4 ഈ ഒരു ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ 10ാമത്തെ ഓപ്ഷനാണ് കിട്ടുന്നതെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനായിരിക്കും ഹയർ ഓപ്ഷൻ എന്ന് പറയുന്നത്. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷനിൽ ആ ഒരു കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും. അതിന് മുകളിൽ ബാക്കിയുള്ള ഓപ്ഷനുകളെയാണ് ഹയർ ഓപ്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഹയർ ഓപ്ഷൻസ് അവിടെ തന്നെ നിലനിർത്തുന്ന സാഹചര്യത്തിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടുന്നത് ആയിരിക്കും. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ചെക്ക് ചെയ്യുക എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഫസ്റ്റ് ഓപ്ഷൻ കിട്ടുകയാണെങ്കിൽ ആ ഒരു വിദ്യാർത്ഥികൾ പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അതുപോലെ വേറെ ഏതെങ്കിലും ഓപ്ഷനാണ് വിദ്യാർത്ഥികൾക്ക് കിട്ടുന്നതെങ്കിൽ വിദ്യാർത്ഥികൾ ടെമ്പററി അഡ്മിഷൻ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് വിദ്യാർത്ഥികൾ പ്രത്യേകിച്ച് ടെമ്പററിയോ അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനോ നിലവിൽ നേടേണ്ടതില്ല. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ ഒന്നുകിൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുകയും അതുപോലെ തന്നെ ഹയർ ഓപ്ഷൻ വേണ്ടാത്തവർ അത് റിമൂവ് ചെയ്ത് കൊടുക്കുകയും അതുപോലെ വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് റീഅറേഞ്ച് ചെയ്ത് കൊടുക്കാനും അതുപോലെ വേണ്ടാത്ത സ്പെസിഫിക് ഓപ്ഷനുകൾ മാത്രമായിട്ട് റിമൂവ് ചെയ്യുന്നതിനുള്ള സൗകര്യം നിങ്ങൾക്ക് ലഭ്യമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അതുപോലെ റിമൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് ഡിലീറ്റ് ചെയ്യാനായിട്ട് അത് ഡിലീറ്റ് ചെയ്യുമ്പോൾ മാറിപ്പോയത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക. കാരണം ഒരു തവണ നിങ്ങളുടെ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് അത് പുനഃസ്ഥാപിച്ച് തരുന്നതല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ അതുകൊണ്ട് തന്നെ വേണ്ടാത്ത ഓപ്ഷൻസ് മാത്രമേ ഡിലീറ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അഡ്മിഷൻ നിങ്ങൾ നേടേണ്ടത് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷമാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ മാൻഡറ്ററി ഫീ പേയ്മെൻറ്റ് ആണ് ചെയ്യേണ്ടത്. അതിനുശേഷം ഹയർ ഓപ്ഷൻസ് വേണ്ടാത്തവർ അത് റിമൂവ് ചെയ്ത് കൊടുക്കുക. ഹയർ ഓപ്ഷൻ വേണ്ടവർ അത് അവിടെ തന്നെ നിലനിർത്തുക. അതിനുശേഷം പിന്നീട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയം നിങ്ങൾക്ക് ആ ഒരു അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിലോ ഫസ്റ്റ് അലോട്ട്മെൻറ്റിലോ അല്ലെങ്കിൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് എവിടെയാണോ കിട്ടുന്നത് അവിടെ നിങ്ങൾ പോയിട്ട് പെർമനൻറ്റ് അല്ലെങ്കിൽ ടെമ്പററി അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റ് വരെയാണ് ഈ ഒരു രീതിയിൽ ടെമ്പററി അല്ലെങ്കിൽ പെർമനൻറ്റ് അഡ്മിഷനിൽ തുടരാനായിട്ട് സാധിക്കുക. പെർമനൻറ്റ് അഡ്മിഷൻ ആണെങ്കിൽ പ്രത്യേകിച്ച് ഹയർ ഓപ്ഷൻസ് ഉണ്ടാകാത്തത് കൊണ്ട് തന്നെ പിന്നീട് ആ ഒരു വിദ്യാർത്ഥികൾക്ക് പിന്നീട് വീണ്ടും അടുത്ത അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇന്ന് നമുക്ക് എങ്ങനെയാണ് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് പരിശോധിക്കുക, എങ്ങനെയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്, അതുപോലെ എത്ര രൂപയാണ് ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടി വരിക എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ പറയാം. ജനറൽ വിഭാഗമാണെങ്കിൽ ഏകദേശം 575 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ SC/ST വിഭാഗമാണെങ്കിൽ 145 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് എങ്ങനെയാണ് അലോട്ട്മെൻറ്റ് പരിശോധിക്കുക എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ FYUGP 2025-26 ട്രയൽ അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ സാധിക്കും. അപ്പോൾ ക്ലിക്ക് ഹിയർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഇപ്പോൾ വിൽ ബി ബാക്ക് സൂൺ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങളുടെ അലോട്ട്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ക്യാപ്പ് ID കൊടുക്കാനുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങളുടെ സെക്യൂരിറ്റിക്ക് കൊടുക്കാനും ലോഗിൻ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇതിന് താഴെയായിട്ട് ലോഗിൻ
അതായത് ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്യാപ്പ് ഐ ഡിയും അതുപോലെ തന്നെ സെക്യൂരിറ്റി കീയും കൊടുക്കുക, ലോഗിൻ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് പ്രൊഫൈലിലേക്ക് പോകാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ക്യാപ്പ് ഐ ഡിയോ സെക്യൂരിറ്റി കീയോ നിങ്ങൾ മറന്നു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെയുള്ള ആ ഒരു ഫോർഗോട്ട് ലോഗിൻ ക്രെഡൻഷ്യൽസ് ക്ലിക്ക് ഹിയർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് വരുന്ന പേജിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇമെയിൽ ഐ ഡി അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എന്നിവ കൊടുക്കാനുണ്ടാവും. അപ്പോൾ അത് കൃത്യമായിട്ട് കൊടുക്കുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു മൊബൈൽ നമ്പറിലേക്കും ഇമെയിൽ ഐ ഡിയിലേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നിങ്ങളുടെ സെക്യൂരിറ്റി കീയും ക്യാപ്പ് ഐ ഡിയും നിങ്ങൾക്ക് മെയിലായിട്ടും അതുപോലെ SMS ആയിട്ടും അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് അത് ലോഗിൻ ചെയ്യാനുള്ള ആ ഒരു ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കിട്ടുന്നതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾ അത് ലോഗിൻ ചെയ്യുക. അപ്പോൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ആദ്യം തന്നെ അപ്പോൾ നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കുറേ ടാബുകൾ കാണാം. ടാബ് എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം കുറച്ച് ബോക്സ് പോലെ. അപ്പോൾ അതാണ് ടാബ് കൊണ്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ ആ ഒരു മുകളിലായിട്ട് തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ്റെ പ്രിവ്യൂ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിൽ കാണാം. അപ്പോൾ അവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലിങ്ക് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെയുള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് ഏത് കോളേജിൽ ഏത് കോഴ്സിൽ അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് കാണാൻ പറ്റും. അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ സോറി യു ഹാവ് നോ അലോട്ട്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അതല്ലെങ്കിൽ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ സോറി എന്ന് പറഞ്ഞുകൊണ്ട് കാണുന്ന വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ടതില്ല. നിങ്ങൾ അടുത്ത അലോട്ട്മെൻറ്റിനായിട്ട് വെയിറ്റ് ചെയ്യുക. നിങ്ങൾ പ്രത്യേകിച്ച് ഫീസോ കാര്യങ്ങളൊന്നും അടക്കേണ്ടതില്ല. അലോട്ട്മെൻറ്റ് കിട്ടിയവർ മാത്രമേ ഫീസ് അടക്കേണ്ടതായിട്ടുള്ളൂ. അതിനുശേഷം നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ മാൻഡറ്ററി ഫീസ് എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഓപ്ഷൻ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾ അവിടെ ഉള്ള ക്ലിക്ക് ഹിയർ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര രൂപയാണ് ഫീസ് അടക്കേണ്ടത് എന്നുള്ളത് ഓട്ടോമാറ്റിക്കലി അവിടെ വന്നിട്ടുണ്ടാവും. അവിടെ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നെറ്റ് ബാങ്കിങ്ങോ UPI വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി തന്നെയാണ് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ അത് നിങ്ങൾക്ക് അക്ഷയ വഴിയാണ് നിങ്ങൾ അപേക്ഷിക്കുന്നത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അക്ഷയയിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ക്യാപ്പ് ഐ ഡിയും സെക്യൂരിറ്റി കീയും കൊടുത്തുകൊണ്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ മുഖേന ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ആ ഒരു രീതിയിൽ നിങ്ങൾക്ക് ഫീ പേയ്മെൻറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു UPI ID ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ UPI മുഖേന നിങ്ങൾക്ക് ആ ഒരു അതായത് UPI സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. പിന്നീട് ആ ഒരു പേയ്മെൻറ്റ് മെത്തേഡ് UPI സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പേയ്മെൻറ്റിൻ്റെ ആ ഒരു UPI ID കൊടുക്കാനായിട്ട് പറയും. അപ്പോൾ അത് കൊടുത്ത ശേഷം നിങ്ങൾക്ക് അത് വെരിഫൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും. വെരിഫൈ ചെയ്ത ശേഷം അത് UPI ID കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പേ ഓപ്ഷൻ ഉണ്ടാവും. അപ്പോൾ പേ എന്നുള്ള ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ആ ഒരു ഏത് UPI ID അത് ഏത് ആപ്പാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഗൂഗിൾ പേ, പേടിഎം, അതുപോലെ ഫോൺ പേ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ ആയിരിക്കും. അതല്ലെങ്കിൽ ബാങ്കിൻ്റെ ആ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ആയിരിക്കും ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ നിങ്ങൾ ഏത് ആപ്ലിക്കേഷനാണോ ഉപയോഗിക്കുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ഈ ഒരു റിക്വസ്റ്റ് വരും, ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള റിക്വസ്റ്റ് വരും. അപ്പോൾ ആ ഒരു ഫീ പേയ്മെൻറ്റ് വരാനുള്ള റിക്വസ്റ്റ് വരുന്ന സമയത്ത് നിങ്ങൾ ബാങ്കിൻ്റെ ആ ഒരു ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങളുടെ ആ ഒരു ബാങ്കിൻ്റെ ആ ഒരു പിന്ന് കൊടുത്തുകൊണ്ട്, അതായത് ഈ ഒരു UPIയുടെ പിന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഫീ പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു UPIയുടെ പിന്ന് കൊടുത്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അത് പിന്നെന്ന് പറയുമ്പോൾ നിങ്ങളുടെ ആ ഒരു UPI ആപ്പിലാണ് കൊടുക്കുന്നത്, അല്ലാതെ വേറെ എവിടെയല്ല. അതായത് പേയ്മെൻറ്റിൻ്റെ റിക്വസ്റ്റ് വരുന്ന സമയത്ത് ആ ഒരു പേ ഓപ്ഷൻ നിങ്ങളുടെ UPI ആപ്പിൽ നിന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു UPIയുടെ ആ ഒരു പിന്ന് കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റ് നിങ്ങൾ ബാങ്കിൻ്റെ ആ ഒരു ആപ്പ് വഴി നിങ്ങൾ അല്ലെങ്കിൽ UPI ആപ്പ് വഴി നിങ്ങൾ ചെയ്ത ശേഷം പിന്നീട് നിങ്ങൾ ഈ ഒരു ആ ഒരു പേയ്മെൻറ്റിൻ്റെ അത് നിങ്ങളുടെ ആ ഒരു പ്രൊഫൈൽ പേജിലേക്ക് തന്നെ ജസ്റ്റ് ആ ഒരു പേജ് തന്നെ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് അത് അവിടെ പ്രോസസ്സ് ചെയ്യപ്പെടുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് അവിടെ കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളുടെ പേയ്മെൻറ്റ് സക്സസ്ഫുള്ളായി എന്ന് പറഞ്ഞുകൊണ്ട് കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് UPIയുടെ പേയ്മെൻറ്റ് വരിക. അതുപോലെ തന്നെ കാർഡാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് കാർഡിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തുകൊണ്ട് പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിനനുസരിച്ച് ബാങ്കിൽ നിന്ന് OTP വരുന്നതായിരിക്കും. അപ്പോൾ അതനുസരിച്ചുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പേയ്മെൻറ്റ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ അറിയില്ല എങ്കിൽ നിങ്ങൾക്ക് അക്ഷയ വഴി നിങ്ങൾക്ക് ആ ഒരു ഫീ പേയ്മെൻറ്റ് അവർ ചെയ്തു തരുന്നത് ആയിരിക്കും. അതിനായിട്ട് നിങ്ങൾ സെക്യൂരിറ്റിയും ക്യാപ്പ് ഐ ഡിയും കൊടുത്തു കഴിഞ്ഞാൽ ലോഗിൻ ചെയ്ത് നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്തു തരുന്നതായിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ റെസിപ്റ്റ് കിട്ടുന്നതാണ്. അപ്പോൾ ആ ഒരു റെസിപ്റ്റ് നിങ്ങൾ അല്ലെങ്കിൽ റെസിപ്റ്റ് അല്ലെങ്കിൽ ആ ഒരു മാൻഡറ്ററി ഫീ പേയ്മെൻറ്റിൻ്റെ പേജിൽ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് ആ റെസിപ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുക. അതുപോലെ തന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്ത ഡീറ്റെയിൽസും അവിടെ വന്നിട്ടുണ്ടോ എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പിന്നീട് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ട് വിദ്യാർത്ഥികൾ ഹയർ ഓപ്ഷൻസ് റദ്ദ് ചെയ്യണോ അല്ലെങ്കിൽ റദ്ദ് ചെയ്യാതിരിക്കണോ എന്ന് വിദ്യാർത്ഥികൾ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു സംശയം കൂടി പറയാം. അപ്പോൾ നിങ്ങൾക്ക് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടി ഫീ പേയ്മെൻറ്റ് ചെയ്താൽ പിന്നീട് എങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കും എന്നുള്ളത്. അപ്പോൾ നിങ്ങൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ചില യൂണിവേഴ്സിറ്റികളാണെങ്കിൽ നിങ്ങൾ പെർമനൻറ്റ് അഡ്മിഷൻ നേടിക്കഴിഞ്ഞാൽ ഹയർ ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യും. അതേസമയം ചില യൂണിവേഴ്സിറ്റികൾ പെർമനൻറ്റ് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാലും നിങ്ങൾ അവിടെ അതായത് ഒന്നാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ മാത്രമേ
പിന്നീട് ഹയർ ഓപ്ഷൻസ് ഇല്ലാതെ ഉള്ളൂ. ബാക്കി ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ അവിടെ ഹയർ ഓപ്ഷൻസ് നിലനിൽക്കും. അപ്പോൾ അതിന് ഉദാഹരണം പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ 20 ഓപ്ഷൻസ് നിങ്ങൾ ഓപ്ഷനായിട്ട് വെച്ചു. എന്നാൽ നിങ്ങൾക്ക് അലോട്ട്മെൻ്റ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഒന്നാമത്തെ ഓപ്ഷനാണെന്ന് വിചാരിക്കാം. അപ്പോൾ ഈ ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടിയത് കൊണ്ട് തന്നെ നിങ്ങൾ അവിടെ ഓൾറെഡി ആ ഒരു മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് കൺഫേം ആയി. പിന്നീട് ആ ഒരു സീറ്റ് നിങ്ങൾക്ക് ചേഞ്ച് ആവുന്നതല്ല. കാരണം ഈ ഒരു ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്നതോടുകൂടി പിന്നീട് രണ്ടാമത്തെ ഓപ്ഷൻ മുതൽ 20 വരെയുള്ള ഓപ്ഷൻ നിങ്ങൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രയും ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ ആ ഒരു 0 ഓപ്ഷൻ മാത്രമാണ് ഉണ്ടാവുക. അപ്പോൾ 0 ഓപ്ഷൻ എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു ഓപ്ഷൻ തന്നെ ഇല്ല. അതുകൊണ്ട് തന്നെ പിന്നീട് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം ആ ഒരു കോളേജിൽ തന്നെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഒന്നാമത്തെ ഓപ്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേകിച്ച് പേടിക്കേണ്ട ആവശ്യമില്ല. അത് കോഴ്സ് ഒന്നും ചേഞ്ച് ആയിട്ട് പോവില്ല. ഇനിയിപ്പോൾ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ മറ്റോ ആണ് കിട്ടുന്നത്. ഇപ്പോൾ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ നാലാമത്തെയോ അഞ്ചാമത്തെയോ ആറാമത്തെയോ ഒക്കെ ഓപ്ഷനാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വിചാരിക്കാം. ഇപ്പോൾ 8ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഇതിന് താഴെ 9, 10 ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആയി പോകും. ഇവിടെ നിങ്ങൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ഇഷ്ടമില്ലെങ്കിലും നിങ്ങൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിന് വെയിറ്റ് ചെയ്യാവുന്നതാണ്. വെയിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾക്ക് ഏതെങ്കിലും, അതായത് നിങ്ങളുടെ ഓപ്ഷൻ്റെ മുകളിലുള്ള ഹയർ ഓപ്ഷൻ, അത് 8ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 7 വരെയുള്ള ഓപ്ഷനുകളിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഓപ്ഷൻസ് റിമൂവ് ചെയ്യേണ്ടതുണ്ടെങ്കിൽ അതിന് മാത്രമായിട്ട് നിങ്ങൾക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ അപേക്ഷയുടെ പുതിയ പ്രിൻ്റ് ഔട്ട് നിർബന്ധമായിട്ടും എടുക്കേണ്ടതാണ്. അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടുമോ എന്ന് നോക്കാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ എവിടെയും കിട്ടിയിട്ടില്ല എങ്കിൽ ആ ഒരു കിട്ടിയിട്ടുള്ള സീറ്റിൽ തന്നെ, അതായത് ഈ ഒരു 8ാമത്തെ ആ ഒരു ഇഷ്ടമില്ലാത്ത ആ ഒരു ഓപ്ഷനിൽ തന്നെ പോയിട്ട് നിങ്ങൾക്ക് പെർമനൻറ്റോ അല്ലെങ്കിൽ ടെമ്പററി ആയിട്ടോ അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനി അതിനുശേഷം പിന്നീട് ചില വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷനിലേക്ക് മാറ്റം കിട്ടും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന സാഹചര്യത്തിൽ ആ ഒരു വിദ്യാർത്ഥികൾക്ക് ആ ഒരു പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിയിട്ടുള്ള ആ ഒരു കോഴ്സിലേക്ക് നിങ്ങൾ ഓൾറെഡി അടച്ച ഫീസും അതുപോലെ തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ആ ഒരു പുതുതായിട്ട് സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയത് കാരണം തന്നെ ഫസ്റ്റ് കിട്ടിയതും ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷൻസും ഡിലീറ്റ് ചെയ്യപ്പെടും. അത് നിങ്ങൾക്ക് ഏത് ഓപ്ഷനിലാണോ അലോട്ട്മെൻറ്റ് കിട്ടുന്നത് അതിന് താഴെയുള്ള ഓപ്ഷൻ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അടുത്തതായിട്ടുള്ളത് ഈ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക്, അതായത് നിങ്ങൾ ഓപ്ഷൻ വെച്ചിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോൾ അതായത് 8ാമത്തെ ഓപ്ഷൻ കിട്ടിയെന്ന് വിചാരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഓപ്ഷൻ തന്നെ മതി, ഇനി വേറൊരു ഓപ്ഷനൊന്നും വേണ്ട എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ഹയർ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെയുള്ള 8ാമത്തെ ഓപ്ഷൻ കിട്ടിയാൽ അതിന് മുകളിലുള്ള 1 മുതൽ 7 വരെ. ഇപ്പോൾ 10ാമത്തെ ഓപ്ഷൻ ആണെങ്കിൽ 1 മുതൽ 9 വരെയുള്ള ഓപ്ഷനാണ് ഹയർ ഓപ്ഷൻ. അതായത് കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ മുകളിലുള്ള ഓപ്ഷനുകളാണ് ഹയർ ഓപ്ഷൻസ്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഏതൊക്കെ വേണ്ടാത്ത ഓപ്ഷൻ ഉണ്ടോ അതിനെയൊക്കെ റിമൂവ് ചെയ്ത് കൊടുക്കുക. കാരണം അങ്ങനെ റിമൂവ് ചെയ്തിട്ടില്ല എങ്കിൽ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് നിങ്ങളുടെ മറ്റൊരു ഓപ്ഷനിലേക്ക് നിങ്ങളെ പരിഗണിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന് 5ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെന്ന് വിചാരിക്കാം. ഇപ്പോൾ 5ാമത്തെ ഓപ്ഷനാണ് എനിക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയത്. എനിക്ക് ആ ഒരു സീറ്റ് തന്നെ മതി, എനിക്ക് വേറൊരു ഓപ്ഷൻ വേണ്ടെങ്കിൽ ഞാൻ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുന്നു. അതിന് മുകളിലുള്ള ഹയർ ഓപ്ഷൻസ് ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. അപ്പോൾ എനിക്ക് അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് വേറൊരു ഓപ്ഷനിലേക്ക് കിട്ടില്ല, കാരണം ഇതിന് മുകളിലുള്ള എല്ലാവിധ ഓപ്ഷൻ ഞാൻ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് എനിക്ക് ആ ഒരു 5ാമത്തെ ഓപ്ഷനിൽ തന്നെ പോയിട്ട് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാവുന്നതാണ്. ഇനിയിപ്പോൾ ഞാനവിടെ ഹയർ ഓപ്ഷൻസ് ഒന്നും ഞാൻ റിമൂവ് ചെയ്തിട്ടില്ല, മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്തു, എന്നാൽ ഹയർ ഓപ്ഷൻസ് റിമൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ എനിക്കിപ്പോൾ അടുത്ത സെക്കൻഡ് അലോട്ട്മെൻറ്റ് വരുന്ന സമയത്ത് മറ്റൊരു ഓപ്ഷനിലേക്ക് കിട്ടി, 3ാമത്തെ ഓപ്ഷൻ. എനിക്കത് താല്പര്യമില്ല എങ്കിൽ എനിക്ക് ഫസ്റ്റ് കിട്ടിയെടുത്ത് ജോയിൻ ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റുന്നില്ല. കാരണം നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ വേറൊരു ഓപ്ഷൻ കിട്ടുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് ആ ഒരു സെക്കൻഡ് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെയുള്ള എല്ലാവിധ ഓപ്ഷനും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അങ്ങനെ ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടിയ സീറ്റും സെക്കൻഡ് അലോട്ട്മെൻറ്റിന് ശേഷം കിട്ടിയ ഓപ്ഷൻ്റെ താഴെയുള്ള ബാക്കിയുള്ള ഓപ്ഷനുകളും ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾ എവിടെ അടച്ചിട്ടുള്ള ആ ഒരു ഫീസ് ഇങ്ങോട്ടേക്ക് പുതുതായിട്ട് കിട്ടിയിട്ടുള്ള ആ ഒരു ഓപ്ഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സീറ്റ് ആണെങ്കിൽ നിങ്ങൾ അവിടെ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. അതിനുശേഷം ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്ത് കൊടുക്കുക. അതുപോലെ വിദ്യാർത്ഥികൾക്ക് പ്രധാനമായിട്ടുള്ള സംശയമായിരിക്കും കിട്ടിയിട്ടുള്ള ഓപ്ഷൻ്റെ താഴെയുള്ള ഓപ്ഷൻ അടുത്ത അലോട്ട്മെൻറ്റിൽ പരിഗണിക്കുമോ എന്നുള്ളത്. അപ്പോൾ അത് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് നിങ്ങൾക്ക്, അതായത് ഇപ്പോൾ 1ാമത്തെ ഓപ്ഷനാണ് കിട്ടിയതെങ്കിൽ ഇതിന് താഴെയുള്ള ഓപ്ഷനുകളാണ് 2, 3, 4, 5 ഓപ്ഷനുകൾ. അപ്പോൾ ഇതിനെ യാതൊരു കാരണവശാലും പരിഗണിക്കുന്നതല്ല. അതായത് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഓപ്ഷന് താഴെയുള്ള ഓപ്ഷനുകൾ ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ചെയ്യപ്പെടുന്നത് കൊണ്ട് തന്നെ അടുത്ത അലോട്ട്മെൻറ്റുകളൊന്നും താഴെയുള്ള ഓപ്ഷൻ പരിഗണിക്കില്ല. ഇതിന് മുകളിലായിട്ട് ഏതെങ്കിലും ഓപ്ഷൻ ഉണ്ടെങ്കിൽ അതിനെ പരിഗണിക്കുള്ളൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാർത്ഥികൾ മാൻഡേറ്ററി ഫീ പേയ്മെൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടാത്ത ഹയർ ഓപ്ഷൻസ് ഉണ്ടെങ്കിൽ അതിനെ റിമൂവ് ചെയ്യാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയ ഓപ്ഷൻ ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഫീ പേയ്മെൻറ്റ് ചെയ്ത് ഹയർ ഓപ്ഷൻ നിലനിർത്തിയിട്ട് നിങ്ങൾക്ക് അടുത്ത അലോട്ട്മെൻറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാവുന്നതാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ശേഷമാണ് വിദ്യാർത്ഥികൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.